തെവനിൻസ് തിയറം പോലെ മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സർക്യൂട്ട് തിയറം ആണ് നോർട്ടൺസ് തിയറം. നോർട്ടൺസ് തിയറം എന്താണെന്നുള്ളത് ഇക്വാലന്റ് സർക്യൂട്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇതൊരു കറണ്ട് സോഴ്സ് ആണ്, നോർട്ടൺ കറണ്ട്. അതിന് പാരലൽ ആയിട്ട് ഒരു റെസിസ്റ്റൻസ്, നോർട്ടൺ റെസിസ്റ്റൻസ്. എയും ബിയും ആണ് രണ്ട് ടെർമിനൽസ്. അപ്പൊ നമ്മൾ ഈ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു DC നെറ്റ്വർക്ക് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തെവനിൻ തിയറം വെച്ചിട്ട് സിംപ്ലിഫൈ ചെയ്യാം, നോർട്ടൺസ് തിയറം വെച്ചിട്ട് സിംപ്ലിഫൈ ചെയ്യാം. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്, രണ്ട് രീതിയിൽ ചെയ്തു കഴിഞ്ഞാലും നമുക്ക് കിട്ടുന്ന തെവനിൻ ഇക്വാലന്റ് സർക്യൂട്ടും നോർട്ടൺ ഇക്വാലന്റ് സർക്യൂട്ടും, തെവനിൻ ഇക്വാലന്റ് സർക്യൂട്ടിൽ അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള നോർട്ടൺ ഇക്വാലന്റ് സർക്യൂട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. തെവനിൻ ഇക്വാലന്റ് സർക്യൂട്ട് ഒരു തെവനിൻ വോൾട്ടേജ് തരുന്ന ഒരു സെല്ലുണ്ട്, അതിന് സീരീസ് ആയിട്ട് ഒരു തെവനിൻ റെസിസ്റ്റൻസ് വരും ആ രണ്ട് ടെർമിനൽസിന്റെ ഇടയിൽ, എയുടെയും ബിയുടെയും. അത് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് നോർട്ടൺ ഇക്വാലന്റ് സർക്യൂട്ട് എങ്ങനെ ഉണ്ടാക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ സെല്ലിനെ, തെവനിൻ വോൾട്ടേജ് തരുന്ന സെല്ലിനെ നമ്മളൊരു കറണ്ട് സോഴ്സ് ആയിട്ട്, വോൾട്ടേജ് സോഴ്സിനെ ഒരു കറണ്ട് സോഴ്സ് വെച്ച് റീപ്ലേസ് ചെയ്യുക. ആ കറണ്ട് സോഴ്സിന്റെ വാല്യൂ IN ഈസ് ഈക്വൽ ടു നോർട്ടൺ കറണ്ട്, അത് തെവനിൻ വോൾട്ടേജ് ഡിവൈഡ് ബൈ തെവനിൻ റെസിസ്റ്റൻസ് ആയിരിക്കും. ETH ഡിവൈഡ് ബൈ RTH ആയിരിക്കും IN ന്റെ വാല്യൂ. അതുപോലെ തെവനിൻ റെസിസ്റ്റൻസും നോർട്ടൺ റെസിസ്റ്റൻസും ഈക്വൽ ആണ്. ഇവിടെ നോർട്ടൺ റെസിസ്റ്റൻസ് പാരലൽ ആയിട്ട് കണക്ട് ചെയ്യുന്നേ ഉള്ളൂ. തെവനിൻ ഇക്വാലന്റ് സർക്യൂട്ട് ആകുമ്പോൾ തെവനിൻ റെസിസ്റ്റൻസ് തെവനിൻ വോൾട്ടേജിന് സീരീസ് ആയിട്ടാണ് കണക്ട്. ഇവിടെ നോർട്ടൺ റെസിസ്റ്റൻസ് കറണ്ട് സോഴ്സിന് പാരലൽ ആയിട്ടാണ് കണക്ട് ചെയ്യുന്നത്. അപ്പോ മീൻസ് ഒരു സർക്യൂട്ടിന്റെ തെവനിൻ ഇക്വാലന്റ് ഫോം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് നോർട്ടൺ ഇക്വാലന്റ് ഫോം ഉണ്ടാക്കാം, അല്ലെങ്കിൽ നോർട്ടൺ ഇക്വാലന്റ് ഫോം തെവനിൻ ഇക്വാലന്റ് ഫോം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഓർക്കുക, തെവനിൻ റെസിസ്റ്റൻസും നോർട്ടൺ റെസിസ്റ്റൻസും സെയിം വാല്യൂ ആണ്. തെവനിൻ വോൾട്ടേജും നോർട്ടൺ കറണ്ട് നമ്മൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ തെവനിൻ വോൾട്ടേജ് ഈസ് ഈക്വൽ ടു IN into R എന്നാണ്. where IN is the Norton current, RN is the Norton resistance, or IN is equal to ETH divided by RTH, Thevenin voltage divided by Thevenin resistance. ഇപ്പൊ എങ്ങനെയാണ് നമ്മൾ നോർട്ടൺ തിയറം അപ്ലൈ ചെയ്യുക ഒരു സർക്യൂട്ടിൽ, ഒരു നെറ്റ്വർക്കിനകത്ത്? കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന, നേരത്തെ പറഞ്ഞ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലുള്ള നെറ്റ്വർക്ക് ആണെങ്കിൽ നമ്മൾ തെവനിൻ തിയർ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്, നേരത്തെ പറഞ്ഞു മീൻസ് നോർട്ടൺ തിയർ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ തെവനിൻ തിയർ എങ്ങനെയാണോ അപ്ലൈ ചെയ്തത് അതേ സെറ്റ് ഓഫ് പ്രൊസീജിയേഴ്സ് തന്നെയാണ് നമ്മൾ ആ ടെർമിനൽസ് ഐഡന്റിഫൈ ചെയ്യുക. അതിനകത്ത് ലോഡ് റെസിസ്റ്റൻസ് ഒക്കെ ആണെങ്കിൽ ഏത് ഭാഗത്താണോ, ഏത് പോർഷൻ ആണോ ആ പോർഷൻ റിമൂവ് ചെയ്യാം. നെറ്റ്വർക്കിന്റെ ഏത് പോർഷൻ വെച്ചിട്ടാണോ നമ്മൾ നോർട്ടൺ ഇക്വാലന്റ് സർക്യൂട്ട് കാണേണ്ടത് ആ പോർഷൻ റിമൂവ് ചെയ്യുക. ലോഡ് റെസിസ്റ്റൻസ് ആണെന്നത് റിമൂവ് ചെയ്യുക, ആ രണ്ട് ടെർമിനൽസ് മാർക്ക് ചെയ്യുക. തെവനിൻ തിയറം അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്തത് തെവനിൻ റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാണ് ആദ്യം ചെയ്തത്. അതേപോലെ നോർട്ടൺ തിയറം അപ്ലൈ ചെയ്യുമ്പോൾ നോർട്ടൺ റെസിസ്റ്റൻസ് വിച്ച് ഈസ് ഈക്വൽ ടു തെവനിൻ റെസിസ്റ്റൻസ് ആണെന്ന് പറഞ്ഞു, അത് കാൽക്കുലേറ്റ് ചെയ്യാണ് ചെയ്യുക. അതിനു വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് എല്ലാ സോഴ്സസിനെയും സീറോ ആക്കുക. വോൾട്ടേജ് സോഴ്സസ് ആണെങ്കിൽ ഷോർട്ട് സർക്യൂട്ട് ചെയ്യുക, കറണ്ട് സോഴ്സസ് ആണെങ്കിൽ ഓപ്പൺ സർക്യൂട്ട് ചെയ്യുക. ഇന്റേണൽ റെസിസ്റ്റൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ നെഗ്ലക്ട് ചെയ്യരുത്, അത് സർക്യൂട്ടിൽ കാണിക്കുക. മീൻസ് സെല്ലിന്റെ വോൾട്ടേജ് സോഴ്സിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതുപോലെ കാണിക്കുക. വോൾട്ടേജ് സോഴ്സസിനെ ഷോർട്ട് സർക്യൂട്ട് ചെയ്യുക, കറണ്ട് സോഴ്സസിനെ ഓപ്പൺ സർക്യൂട്ട് ചെയ്യുക. ഒരു മാറ്റമില്ല, സെയിം പ്രൊസീജിയർ തന്നെ. അപ്പോൾ നോർട്ടൺ റെസിസ്റ്റൻസ് കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ നോർട്ടൺ കറണ്ട് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നോർട്ടൺ കറണ്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ഷോർട്ട് സർക്യൂട്ട് അല്ലെങ്കിൽ ഓപ്പൺ സർക്യൂട്ട് ചെയ്ത ആ സോഴ്സസിന് അതേ പ്ലേസിൽ റീപ്ലേസ് ചെയ്യുക, അതേ പ്ലേസിൽ വെക്കുക. എന്നിട്ട് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്ന രണ്ട് ടെർമിനൽസ് എയും ബിയും അവിടെയുള്ള ഷോർട്ട് സർക്യൂട്ട് കറണ്ട് കണ്ടുപിടിക്കുക. തെവനിൻ തിയറം അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്തത് ആ രണ്ട് ടെർമിനൽസിന്റെ ഇടയിലുള്ള എയുടെയും ബിയുടെ ഇടയിലുള്ള ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് മെഷർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവിടെ നോർട്ടൺ കറണ്ട് ആയതുകൊണ്ട് നമുക്ക് ഷോർട്ട് സർക്യൂട്ട് കറണ്ട്, നേരത്തെ ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് ആണ് അക്രോസ് എ ആൻഡ് ബി ചെയ്തത്, ഇവിടെ ഷോർട്ട് സർക്യൂട്ട് കറണ്ട് ആണ് ബിറ്റ്വീൻ എ ആൻഡ് ബി നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നമുക്കൊരു എക്സാമ്പിൾ, നേരത്തെ തെവനിൻ ഇക്വാലന്റ് സർക്യൂട്ട് ഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എടുത്ത അതേ എക്സാമ്പിൾ തന്നെ ഇവിടെയും ചെയ്യാം. നോർട്ടൺ ഇക്വാലന്റ് സർക്യൂട്ട് അതിനകത്ത് നമുക്ക് കണ്ടുപിടിക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ
മീൻസ് ഈ ഷെയ്ഡഡ് ഏരിയ ആണ്, ഇതിന് ഇക്വാലന്റ് ഫോം ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, നോട്ട് ആൻ ഇക്വാലന്റ് സർക്യൂട്ട് ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഈ ലോഡ് റെസിസ്റ്റൻസ് ഇവിടുന്ന് റിമൂവ് ചെയ്യുക, നമ്മൾ ടെർമിനൽസ് മാർക്ക് ചെയ്യുക, എയും ബിയും മാർക്ക് ചെയ്യുക. രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യേണ്ടത് നോർട്ടൺ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുകയാണ് വേണ്ടത്. സോ ഈ എ ബി ടെർമിനൽസ് നമ്മൾ ഇങ്ങോട്ട് നോക്കുവാണെങ്കിൽ അവിടെ ഫീൽ ചെയ്യുന്ന റെസിസ്റ്റൻസ് ആണ് നോർട്ടൺ റെസിസ്റ്റൻസ്. അത് തന്നെയായിരുന്നു തെവനിൻ റെസിസ്റ്റൻസ്. അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ കിട്ടും R1 ഉം R2 ഉം പാരലൽ. അപ്പൊ നമ്മൾ വോൾട്ടേജ് സോഴ്സിന് എന്ത് ചെയ്തു, ഷോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ R1 പാരലൽ ടു R2 വരും. സോ 3 ഓം 6 ഓം പാരലൽ ആണ്. സോ ഇക്വാലന്റ് റെസിസ്റ്റൻസ്, ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് 2 ഓം എന്ന് കിട്ടും. അപ്പൊ നോർട്ടൺ റെസിസ്റ്റൻസ് 2 ഓം എന്ന് കിട്ടും. അടുത്ത സ്റ്റെപ്പിൽ ഓർക്കേണ്ട ഒരു കാര്യം, റെസിസ്റ്റൻസും ഒരു ഷോർട്ടും പാരലൽ ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ കറണ്ട് മുഴുവനായിട്ട് ഇതിനകത്തൂടെ പോകും, ഷോർട്ട് വഴി പോകും, ഡയറക്റ്റ് കണക്ഷൻ വഴി പോകും, റെസിസ്റ്റൻസിലൂടെ പോയില്ല, റെസിസ്റ്റൻസിലൂടെ പോകുന്ന കറണ്ട് 0 ആയിരിക്കും. ഇമ്പോർട്ടന്റ് ഐഡിയ ആണ്. അപ്പൊ നമുക്ക് നോർട്ടൺ റെസിസ്റ്റൻസ് കിട്ടി, നോർട്ടൺ കറണ്ടും കിട്ടി. ഇനി നമ്മൾ ക്വസ്റ്റ്യനിൽ തന്ന സർക്യൂട്ടിന്റെ ഇക്വാലന്റ്, നോർട്ടൺ ഇക്വാലന്റ് സർക്യൂട്ട് വരച്ചു കഴിഞ്ഞാൽ, സോ കറണ്ട് സോഴ്സിന്റെ വാല്യൂ 3 ആംപിയേഴ്സ്, നോർട്ടൺ റെസിസ്റ്റൻസ് 2 ഓം അതിന് പാരലൽ ആയിട്ട്, ലാസ്റ്റ് നമ്മുടെ എ ബിയുടെ ഇടയിൽ നമ്മുടെ ലോഡ് റെസിസ്റ്റൻസ് കണക്ട് ചെയ്യാം. ഇതാണ് തന്ന ക്വസ്റ്റ്യനിലെ സർക്യൂട്ടിന്റെ ഇക്വാലന്റ്, നോർട്ടൺ ഇക്വാലന്റ് സർക്യൂട്ട്.